തിമിംഗലം പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ടോ? നാൻ ഹൗസർ ഒരു മറൈൻ ബയോളജിസ്റ്റാണ്. സൗത്ത് പസഫിക്കിലെ കൂഗ് ഐലൻഡിന്റെ അടുത്ത് ഒരു കൂട്ടം ഹംബക് വെയിലുകളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു തിമിംഗലം നാൻ ഹൗസറിന് നേരെ കുറച്ച് അഗ്രഷനോടെ വന്നു. പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഹംബക് വെയിലുകളിൽ ഇങ്ങനെയൊരു ബിഹേവിയറൽ ചേഞ്ച് ആദ്യമായാണ് നാൻ ഹൗസർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. തന്റെ അടുത്ത് വന്ന തിമിംഗലം ആക്രമിക്കുന്നതിന് പകരം ഹൗസറിനെ അതിന്റെ ചിറകിലടിയിലാക്കി നിർത്തി. പിന്നീട് തള്ളി ബോട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ചിറകിൽ നിന്നും പിടിവിടുന്നതിനനുസരിച്ച് അത് വീണ്ടും വീണ്ടും ഹൗസറിനെ ചിറകിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തിമിംഗലം ഹൗസറിനെ അതിന്റെ തലയ്ക്ക് മുകളിൽ കയറ്റി ബോട്ടിന്റെ അടുത്തേക്ക് തള്ളിക്കൊണ്ടുപോകാൻ തുടങ്ങി. ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി വെള്ളത്തിലേക്ക് ഊളിയിട്ട ഹൗസർ മറ്റൊരു തിമിംഗലം തനിക്ക് നേരെ വരുന്നതായിട്ട് കണ്ടു. ഒന്നുകൂടെ വ്യക്തമായി നോക്കിയപ്പോൾ നാനിന് മനസ്സിലായി അത് തിമിംഗലമല്ല, താൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ടൈഗർ ഷാർക്കാണെന്ന്. ഈ ഹംബാക്ക് വെയിൽ ആ ഷാർക്കിൽ നിന്നും ഹൗസറിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റ് സഹജീവികളോട് സ്നേഹം കാണിക്കുന്ന ആൾട്രോയിസം ഹംബാക്ക് വെയിലുകളിൽ പൊതുവെ കാണാറുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ സ്നേഹിച്ച ആദ്യത്തെ തിമിംഗലമായിരിക്കും അത് എന്നാണ് ഞാൻ അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത്. ഇത് കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം ഇതേ സ്ഥലത്ത് വെച്ച് ഒരു തിമിംഗലത്തിന്റെ കോളനി ശ്രദ്ധയിൽപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി നാനെ വിളിക്കുകയുണ്ടായി. വാലിന് പ്രത്യേക ഷേപ്പുള്ള ആ തിമിംഗലത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ബോട്ടിൽ നിന്നും വെള്ളത്തിലിറങ്ങിയ ഉടൻ അത് നാനെ തിരിച്ചറിയുകയും ചെയ്തു. യജമാനനെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു പട്ടിക്കുട്ടി എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അത് തന്നോട് പെരുമാറിയെന്നാണ് അവർ പറയുന്നത്. കുറച്ചു സമയം തന്റെ തിമിംഗലത്തോടൊത്ത് സമയം ചെലവിട്ടതിനു ശേഷം യാത്ര പറഞ്ഞ് ബോട്ടിൽ കയറിയ അവർ BBC എർത്തിന്റെ ഡോക്യുമെന്ററി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ഐ മിസ് ഹിം. ഐ മീൻ who misses a whale? Someday I will see him again. ഇപ്പം ഞാൻ പറഞ്ഞ കഥേൻ്റെ ഭയങ്കര ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. BBC എർത്തിൻ്റെ ആണ്, ആൻഡ് ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. ഇതിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നിയൊരു കാര്യം എന്താ പറയുക, മറ്റ് സഹജീവികളോട് തോന്നുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്യുവറാണെന്നുള്ള ഒരു വേർഷനാണ് എന്നെ ഇതിൽ ഇങ്ങനെ ഒരു കഥ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഇനി നമുക്ക് കടലിൻ്റെയും തിമിംഗലങ്ങളെയൊക്കെ കഥ വിടാം. നമ്മളെപ്പോഴും കേൾക്കാറില്ല UFO ഇൻ്റർസെപ്റ്റ് ചെയ്തു, ഫ്ലൈറ്റർ ജെറ്റ് റാപ്റ്ററുകൾ കണ്ടു, ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് Area 51 ഇങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഇല്ലേ. സോ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണ് ആക്ച്വലി ഇങ്ങനെ സ്പോട്ട് ചെയ്തു അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ ആക്ച്വൽ സത്യാവസ്ഥ എന്നുള്ളത് വളരെ ഒഫീഷ്യൽസ് പറയുന്നത് ഞാൻ എന്താണെന്ന് പറയാം. സോ എൻ്റെ നെക്സ്റ്റ് സ്റ്റോറി അതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ്പ് വാച്ചിങ്.